നമസ്കാരം. മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകൾ വിശകലനം ചെയ്യുന്ന നമ്മുടെ പുതിയൊരു എക്സ്പ്ലെയിനറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം, ശരിക്കും പറഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരുപക്ഷേ നിങ്ങളുടെ തന്നെ ജീവിതം ഒരു കണ്ണാടിയിൽ കാണുന്ന പോലെ തോന്നിയേക്കാം. അത്രയ്ക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണിത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ചുറ്റുമുള്ളവരുമായി ഒരു പ്രശ്നവും ഉണ്ടാകാതിരിക്കാൻ അവർക്ക് എന്താണ് വേണ്ടതെന്ന് അവർ പറയുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ കണ്ടുപിടിക്കാറുണ്ടോ? എല്ലാവരെയും എങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി എപ്പോഴും ഓടി നടക്കുന്ന ഒരാളാണോ നിങ്ങൾ? ഇനിയിപ്പോ സുഹൃത്തുക്കളുടെയോ കുടുംബത്തിലുള്ളവരുടെയോ മുഖമൊന്ന് വാടിയാൽ അയ്യോ അതെന്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോന്ന് എപ്പോഴും ഭയക്കാറുണ്ടോ? എങ്കിലുറപ്പാണ് ഇതൊരു വെറും തോന്നലൊന്നുമല്ല കേട്ടോ. നിങ്ങൾ വളരെ വലിയൊരു മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ മനഃശാസ്ത്രം വിളിക്കുന്ന പേരാണ് ഇമോഷണൽ കെയർടേക്കർ എന്നത്. അതായത് മറ്റുള്ളവരുടെ വികാരങ്ങളുടെ ഭാരം മുഴുവൻ എപ്പോഴും സ്വന്തം തലയിലേറ്റുന്ന ആളുകൾ. സമൂഹവും ചുറ്റുമുള്ളവരും നിങ്ങളെ ചിലപ്പോൾ വലിയ സ്വാർത്ഥതയില്ലാത്ത ആൾ എന്നൊക്കെ വിളിച്ച് പ്രശംസിച്ചേക്കാം. പക്ഷെ സത്യമെന്താണെന്നോ, ഇതൊരു വലിയ മനസ്സുള്ളതുകൊണ്ട് മാത്രം സംഭവിക്കുന്നതല്ല. ഇതിനു പിന്നിൽ വളരെ സങ്കീർണമായ മറ്റൊരു യാഥാർത്ഥ്യമുണ്ട്. നിങ്ങൾ വെറുതെ നല്ലവനാകാൻ വേണ്ടി ചെയ്യുന്നതല്ല ഇത്, മറിച്ച് നിങ്ങളുടെ മനസ്സിന്റെ തികച്ചും വ്യത്യസ്തമായ ഒരു അവസ്ഥയാണിത്. ഒന്നാം ഭാഗം, കുട്ടിക്കാലത്തെ വേരുകൾ. ഈ ശീലം യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ മാനസിക തളർച്ചയൊന്നും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പാരന്റിഫിക്കേഷൻ എന്ന ഈ അവസ്ഥയൊന്ന് നോക്കാം. കുട്ടിക്കാലത്ത് നിങ്ങളുടെ പ്രായത്തിന് താങ്ങാൻ കഴിയുന്നതിലും വലിയ വൈകാരികമായ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടി വന്നിട്ടുണ്ടാകാം. അതായത് വെറുമൊരു കുട്ടിയായിരിക്കാൻ നിങ്ങളെ അനുവദിക്കാതെ നിങ്ങളുടെ മാതാപിതാക്കളുടെയോ കുടുംബത്തിലുള്ള മറ്റാരുടെയെങ്കിലുമോ സങ്കടങ്ങൾ കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും നിങ്ങൾ മാനസികമായി തയ്യാറാകുന്നതിനു മുൻപ് തന്നെ നിർബന്ധിതരായിട്ടുണ്ടാകാം. ഇതിന്റെയൊക്കെ ഏറ്റവും വലിയ കാരണം എന്താണെന്നറിയാമോ? കുട്ടിക്കാലത്ത് നിങ്ങൾ അനുഭവിച്ച കണ്ടീഷണൽ പോസിറ്റീവ് റിഗാർഡ് എന്ന അവസ്ഥ. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങളെ ആരും പരിഗണിച്ചിട്ടുണ്ടാകില്ല. എന്നാൽ മറ്റുള്ളവരെ സഹായിക്കുമ്പോഴോ അല്ലെങ്കിൽ വളരെ നല്ല കുട്ടിയായിരിക്കുമ്പോഴോ മാത്രമായിരിക്കും നിങ്ങൾക്ക് സ്നേഹവും അംഗീകാരവും കിട്ടിയിട്ടുണ്ടാകുക. ഇത് നിങ്ങളുടെ വളരുന്ന തലച്ചോറിൽ വളരെ നേരത്തെ തന്നെ ഒരു കാര്യം ഉറപ്പിച്ചു. അതായത് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് സ്നേഹിക്കപ്പെടാൻ അർഹതയുള്ളത് എന്ന്. എങ്ങനെയുണ്ട്? ചിന്തിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരവസ്ഥയല്ലേ ഇത്? ഭാഗം 2. ഉപകാരപ്പെടുന്നതിന്റെ വില. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വിശ്രമിക്കാൻ കഴിയാത്തത്? കുട്ടിക്കാലത്ത് തലച്ചോറിൽ പതിഞ്ഞ് ഈ പ്രോഗ്രാമിംഗ് വലുതാകുമ്പോഴും നിങ്ങളെ വേട്ടയാടിക്കൊണ്ടേയിരിക്കും. സാധാരണക്കാർക്ക് വിശ്രമമെന്ന് പറയുന്നത് വളരെ ആശ്വാസം നൽകുന്ന കാര്യമാണ്. എന്നാൽ നിങ്ങൾക്കോ? വെറുതെ ഇരുന്നാൽ തനിക്ക് യാതൊരു വിലയുമില്ലെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് വിശ്രമിക്കുന്നതുപോലും വലിയൊരു അസ്വസ്ഥതയാണുണ്ടാക്കുന്നത്. കാര്യങ്ങളെല്ലാം ശാന്തമായിരിക്കുമ്പോൾ എന്തോ വലിയ പ്രശ്നം വരാനുണ്ട് എന്ന് നിങ്ങളുടെ സിസ്റ്റം വിശ്വസിക്കുന്നു. ഇതൊരു ക്രോണിക് സ്ട്രെസ്സിനോട് നിങ്ങളുടെ ശരീരം പൊരുത്തപ്പെട്ടതിന്റെ ഫലമാണ്. നിങ്ങളുടെ തലച്ചോറ് എപ്പോഴും ഒരു പ്രതിസന്ധിയെ കാത്തിരിക്കുകയാണ്. ഭാഗം 3. ഗാർഡഡ് എംപതിയും ഉത്കണ്ഠയും. അപകടം തിരിച്ചറിയുന്ന റഡാർ. ഇത് കാരണം നിങ്ങൾ മറ്റുള്ളവരുമായി ഇടപഴകുന്ന രീതി തന്നെ പൂർണ്ണമായി മാറും. അറ്റാച്ച്മെന്റ് മനഃശാസ്ത്രം ഇതിനെ ഗാർഡഡ് എംപതി എന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ ഉപകാരങ്ങൾ അവസാനിച്ചാൽ പ്രിയപ്പെട്ടവർ നിങ്ങളെ ഉപേക്ഷിക്കുമെന്ന് നിങ്ങൾ ഉള്ളിന്റെ ഉള്ളിൽ ഭയക്കുന്നുണ്ട്. അതുകൊണ്ട് ചുറ്റുമുള്ള ആളുകളുടെ മുഖഭാവങ്ങളിലെ ചെറിയ മാറ്റങ്ങൾ പോലും പെട്ടെന്ന് തിരിച്ചറിയാനും വരാൻ പോകുന്ന പ്രശ്നങ്ങൾ മുൻകൂട്ടി കാണാനും നിങ്ങളുടെ തലച്ചോറ് എപ്പോഴും ഒരു മാനസിക റഡാർ പോലെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. സ്നേഹം നിലനിർത്താൻ എപ്പോഴും ഭയങ്കര ജാഗ്രതയായിരിക്കും നിങ്ങൾക്ക്. ഇതിലെ ഏറ്റവും വിരോധാഭാസമായ കാര്യം എന്താണെന്നറിയാമോ? നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്താൽ നിങ്ങൾക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നും. ഇതിനെയാണ് ഇംബാലൻസ്ഡ് റെസിപ്രോസിറ്റി എന്ന് പറയുന്നത്. എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്ന നിങ്ങൾക്ക് തിരികെ ഒരാൾ ഒരു ചെറിയ സഹായം ചെയ്യുമ്പോൾ അത് സ്വീകരിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ആരെങ്കിലും നിങ്ങളെ ഒന്ന് അഭിനന്ദിച്ചാൽ പോലും അത് നിങ്ങൾക്ക് അർഹതപ്പെട്ടതല്ല എന്ന് തോന്നും. കാരണം നിബന്ധനകളില്ലാതെ സ്നേഹം നേടാൻ തനിക്ക് അർഹതയുണ്ടെന്ന് വിശ്വസിക്കാൻ നിങ്ങളുടെ മനസ്സിന് കഴിയുന്നില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഈ ഇമോഷണൽ കെയർടേക്കർമാരുടെ ഉള്ളിലെ ചിന്തകൾ വളരെ സങ്കീർണമായിരിക്കും. ഇതൊന്ന് കേട്ടുനോക്കൂ. എപ്പോഴും മറ്റുള്ളവരുടെ മുഖഭാവങ്ങൾ നിരീക്ഷിക്കുക, സഹായം ലഭിക്കുമ്പോൾ വലിയ കുറ്റബോധം തോന്നുക, സ്വന്തം ആവശ്യങ്ങളെ പൂർണ്ണമായും അവഗണിക്കുക, പോരാത്തതിന് ആരെങ്കിലും ചെയ്യുന്ന ചെറിയൊരു സഹായം പോലും വലിയൊരു കടമായി കണ്ട് അത് വേഗം തിരികെ നൽകാൻ നോക്കുക. ശരിയല്ലേ? ഇതൊക്കെ നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ തളർത്തുന്ന കാര്യങ്ങളാണ്. ഭാഗം 4. മറ്റൊരാൾ പകരക്കാരനാകുമെന്ന ഭയം. ഇത് വെറുമൊരു അസൂയയല്ല, നിങ്ങളുടെ അതിജീവനമാണ്. സ്വന്തം സമാധാനം കളഞ്ഞ് മറ്റുള്ളവരെ സഹായിക്കാൻ പോകുന്നതിനു പിന്നിൽ വളരെ ആഴത്തിലുള്ളൊരു ഭയം ഒളിഞ്ഞുകിടപ്പുണ്ട്. ഇതാണ് ഇവർ നേരിടുന്ന ഏറ്റവും വലിയ ഭയം.
നിങ്ങൾ എപ്പോഴും സഹായിക്കുന്ന ആളുകൾക്ക് മറ്റൊരാൾ സഹായം ചെയ്തു കൊടുക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് വല്ലാത്ത ഉത്കണ്ഠ വരും. ഇത് വെറും അസൂയയാണെന്ന് പലരും കരുതിയേക്കാം, എന്നാൽ കോഗ്നിറ്റീവ് മനഃശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ്. മറ്റൊരാൾ സഹായം നൽകുമ്പോൾ നിങ്ങളുടെ ആ ഉപകാരമുള്ള സ്ഥാനം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നു. ഉപകാരപ്പെടുമ്പോൾ മാത്രമാണ് ആളുകൾ കൂടെ നിൽക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന നിങ്ങളുടെ തലച്ചോർ സ്വാഭാവികമായും എന്ത് ചിന്തിക്കും? അതെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളെ പൂർണ്ണമായും ഉപേക്ഷിക്കുമെന്ന് കണക്കുകൂട്ടുന്നു. ഇതൊരു അതിജീവനത്തിന്റെ ചിന്തയാണ്, അല്ലാതെ വെറും അസൂയയല്ല. ഉപേക്ഷിക്കപ്പെടുമെന്ന ഈ അതിയായ പേടി കാരണം നിങ്ങൾ ഒടുവിലെത്തിച്ചേരുന്ന അവസ്ഥയാണ് പാറ്റേൺ ഓഫ് സെൽഫ് നെഗ്ലെക്റ്റ്. സ്വന്തം ആവശ്യങ്ങൾ പൂർണ്ണമായും അവഗണിക്കാൻ നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടാകും. നിങ്ങൾ മാനസികമായും ശാരീരികമായും വല്ലാതെ തളർന്നിരിക്കുമ്പോഴും ആരെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ എല്ലാം മാറ്റിവെച്ച് നിങ്ങൾ അവർക്ക് വേണ്ടി ഓടും. സ്വന്തം വികാരങ്ങൾക്ക് യാതൊരു വിലയുമില്ലെന്ന് വിശ്വസിച്ച് മറ്റുള്ളവരെ സുരക്ഷിതരാക്കാൻ വേണ്ടി സ്വന്തം ജീവിതം തന്നെ ഒരു വലിയ ത്യാഗമായി മാറ്റുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അവസാന ഭാഗം, നിങ്ങളുടെ യഥാർത്ഥ വില വീണ്ടെടുക്കാം. ഈ രീതി എങ്ങനെ മാറ്റാമെന്ന് നോക്കാം. ഈയൊരു ഭാരവും ചുമന്ന് നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ നടക്കാൻ കഴിയില്ല. നിങ്ങളുടെ ഈ ഭാരം ഇറക്കി വയ്ക്കാനുള്ള സമയമായി. നിങ്ങളുടെ കുട്ടിക്കാലത്തെ പ്രോഗ്രാമിങ്ങിനെ നമുക്ക് പൂർണ്ണമായും മാറ്റിമറിക്കാം. നിങ്ങളുടെ വിധ എന്നത് ഒരിക്കലും നിങ്ങൾ മറ്റുള്ളവർക്ക് എത്രത്തോളം ഉപകാരപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. സ്നേഹം ലഭിക്കാൻ എപ്പോഴും എല്ലാവർക്കും ഉപയോഗപ്രദമായിരിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ആ പഴയ ചിന്താരീതി നമ്മൾ ഉപേക്ഷിക്കുക തന്നെ വേണം. നിങ്ങളായിരിക്കുന്നതാണ് നിങ്ങളുടെ യഥാർത്ഥ മൂല്യം. ഈ ഒരു വിശകലനം അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഇതൊന്ന് നിങ്ങളുടെ മനസ്സിൽ ആഴത്തിൽ പതിയട്ടെ. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നതിലല്ല, മറിച്ച് നിങ്ങളായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ സ്നേഹിക്കപ്പെടേണ്ടത്. നിങ്ങൾ എപ്പോഴും മറ്റുള്ളവരെ പരിചരിക്കാൻ മാത്രം ജനിച്ച ഒരാളല്ല കേട്ടോ. നിങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല, അതുപോലെ നിങ്ങൾ ഒറ്റയ്ക്കുമല്ല. മനുഷ്യ മനസ്സിന്റെ ഇത്തരം സങ്കീർണമായ യാഥാർത്ഥ്യങ്ങൾ ലളിതമായി വിശദീകരിക്കുന്ന മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങൾക്കും സന്തോഷത്തിനും അല്പം മുൻഗണന നൽകാൻ തുടങ്ങുക. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഇന്ന് നിങ്ങൾ ആദ്യം മാറ്റിവെക്കാൻ പോകുന്ന ആ അനാവശ്യ ഭാരം ഏതായിരിക്കും?